ചെർപ്പുളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് അർബൻ ചാലഞ്ച് ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി പന്നിയൻകുറിശി തൂത റോഡിന്റെ രണ്ടാംഘട്ട ഉദ്ഘാടനം EMS ടൗൺ ഹാളിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചാടിക്കറി പിടിക്കേണ്ട കാര്യമില്ല. 100 കോടിയാണ് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്ലാൻ ഉള്ളതെങ്കിൽ അതിൽ 25 കോടി ഈ UCF വഴി നമ്മൾ പഞ്ചായത്തുകൾക്ക് ഗ്രാൻഡായിട്ട് അനുവദിക്കും. ബാക്കി വരുന്ന 25 കോടിയെ ലോണായിട്ട് അവർക്ക് കിട്ടണമെങ്കിൽ, ഇനി 75 ലോണായിട്ട് കിട്ടണമെങ്കിൽ അതിനും അഡ്കോ വഴി സഹായിക്കാമെന്ന് ഞാൻ ബഹുമാന്യമായിട്ടുള്ള നിങ്ങളുടെ ചെയർപേഴ്സണോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബസ് സ്റ്റാൻഡ് നാട്ടിൽ വരുമ്പോൾ ആ ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ ഒരു ഏറ്റവും മുനിസിപ്പാലിറ്റിക്ക് കൂടെ വരുമാനമുണ്ടാക്കാവുന്ന തരത്തിലേക്ക് അതിനെ കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ പ്ലാനിങ് സ്വകാര്യ കമ്പനികൾ വളരെ കൃത്യമായി വന്ന് രാഷ്ട്രീയക്കാരൊക്കെ വേണ്ട വിധത്തിൽ പാട്ടിലാക്കി അവർ ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ ലീസെന്ന പോലെ 10-35 കൊല്ലവും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും കയ്യിൽ നിന്ന് ഭൂമികൾ വാങ്ങി കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ചൂഷണമാണ്. ഇനി അത്തരത്തിലുള്ള PPPകളെ കേന്ദ്രീകൃതമായി മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനുകൾക്കും കൂടെ വരുമാനമുള്ള തരത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും ഒക്കെ തന്നെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ്. അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇവിടെ ബഹുമാന്യായ ചെയർപേഴ്സൺ പറഞ്ഞത് അങ്ങനെ PPPയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ തന്നെ അതിൽ വരുന്ന ഇതിനെ വരുമാനം വെച്ചത് അടക്കാൻ തയ്യാറാണെന്ന്. അത് ഏറ്റവും അനുകരണീയമായ മാതൃകയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനനുസൃതമായിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലാണോ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം ആവശ്യമുള്ളത്, അതല്ലെങ്കിൽ അത് ലഭ്യമാക്കേണ്ടത്, അതിൻ്റെ എല്ലാ സഹായവും ഈ മുനിസിപ്പാലിറ്റിക്ക് നൽകാൻ ഞാൻ ഒരുക്കമാണ് എന്നും, അത് നിങ്ങൾ റെഡിയാണെങ്കിൽ അതിനുള്ള സഹായം തീർച്ചയായിട്ടും നിങ്ങൾ മുനിസിപ്പൽ ചെയർപേഴ്സണും മുനിസിപ്പാലിറ്റിയും ഒരുമിച്ച് അതിനുള്ള ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കൂടെ ഞാൻ ഉറപ്പ് പറയുകയാണ്. കുടുംബശ്രീ പ്രസ്ഥാനം കേവലം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിന്ന് മാറി വലിയ അഭിവൃദ്ധിയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ സ്ത്രീ സമത്വമല്ല, മറിച്ച് ജെൻഡർ ജസ്റ്റിസ് ആണ് ഉറപ്പാക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്നതുകൊണ്ട് സ്ത്രീ പുരുഷ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പുരുഷ സമത്വം എന്ന് പറയുന്നൊരു വാചകം തന്നെയുണ്ട്. എനിക്കതിനോട് കടുത്ത വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. സ്ത്രീ പുരുഷ സമത്വമല്ല, ജെൻഡർ ഈക്വാലിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ് പ്രധാനം പറയുന്നത്. ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഈ പുരുഷന്മാരുടെ ഒരു തട്ടിപ്പാണ്. സ്ത്രീ വളർന്നോട്ടെ, എൻ്റെ തോളിൻ്റെ അത്ര വളർന്നാൽ മതി എന്ന് പറയുന്നതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റിസ് അങ്ങനെയല്ല. ഒരു പുരുഷനേക്കാൾ പ്രാഗൽഭ്യമുണ്ട് ബിസിനസ്സിൽ നിങ്ങൾക്കെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യണമെന്നാണ്. കുടുംബശ്രീയുടെയൊക്കെ ഇപ്പം നിങ്ങളുടെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ 100ഓളം ഏക്കർ മധുരക്കിഴങ്ങിൻ്റെ കൃഷി ഏറ്റെടുത്തിരിക്കുന്നത് കുടുംബശ്രീയാണ്. അവരുടെ പ്രോഡക്റ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ലോകോത്തരമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിയാക്കാവുന്ന അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഞാൻ 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായി. അപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയുള്ളൂ, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയെ ഉയർത്താൻ ഉള്ളതാണ് ഈ പദ്ധതികൾ. ഹരിതകർമ്മസേനാംഗങ്ങളെയും കുടുംബശ്രീ പ്രവർത്തകരെയും മന്ത്രിമാരുടെ പരിപാടികൾക്ക് ആളെ തികയ്ക്കാനുള്ള കൂട്ടമായി കാണരുതെന്നും, ഹരിതകർമ്മസേന നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സേനയുടെ പ്രവർത്തന നിലവാരം കൂടുതൽ ഉയർത്തുന്നതിനും ആവശ്യമായ എല്ലാവിധ പിന്തുണയും ഇടപെടലുകളും സർക്കാർ നടത്തുമെന്നും മന്ത്രി കെ.എം. ഷാജി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ദയവ് ചെയ്ത് മന്ത്രിമാരുടെ പരിപാടിക്ക് ആളെ തികക്കാനുള്ളതല്ല കുടുംബശ്രീയും, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഹരിതകർമ്മസേനയും നിങ്ങൾ മനസ്സിലാക്കണം. ബുദ്ധിമുട്ടുള്ളവരൊക്കെ എണീച്ചു പോകാനാണ് വേണ്ടത്. അതാരും മുനിസിപ്പാലിറ്റിയും വിലക്കാൻ പാടില്ല, ആരും വിലക്കാൻ പാടില്ല. വെറുതെ ആവിട്ടിട്ട് നമ്മളെ പ്രസംഗം ഒന്ന് കേട്ടിരിക്കേണ്ട ഗതികേടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾ അന്തസ്സോടുകൂടി നിങ്ങളൊരു കർമ്മം ചെയ്യാണ്. സംസ്ഥാന സർക്കാരിന്റെ 2025-26 ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് പന്നിയൻകുറിശി തൂത റോഡിന്റെ രണ്ടാംഘട്ട നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. നാടമുറിച്ചും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചെർപ്പുളശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ KT ജംസിയ സ്വാഗതം പറഞ്ഞു. KEL പ്രൊജക്ട് മാനേജർ K. ഉണ്ണികൃഷ്ണൻ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ V. അനിത, MR രാജേഷ്, രേഷ്മ, VP സമീജ്, ശ്രീലജ വാഴക്കുന്നത്ത്, കൗൺസിലർമാരായ KM ഇസ്ഹാഖ്, CA ബക്കർ,
പി ജയൻ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ PM അക്ബർ അലി, KK അസീസ്, വിനോദ് കണ്ണാട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭാ സെക്രട്ടറി VT പ്രിയ നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി.